ഹായ് ആൾ, വെൽക്കം ബാക്ക്. സോ ഇന്ന് തൊട്ട് നമ്മൾ UGC നെറ്റ് കോച്ചിങ്ങിൻ്റെ കുറച്ച് ക്ലാസ്സസ് ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ യൂസ്ഫുൾ ആയിരിക്കും. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. സോ UGC നെറ്റിന് ഇപ്പം നെറ്റ് ആയാലും JRF ആയാലും ഇത് നമുക്ക് വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. സോ അതിൻ്റെ സിലബസിലെ ഫസ്റ്റ് പോർഷനായിട്ടുള്ള ഗ്രീക്കോ റോമൻ പീരീഡാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഗ്രീക്കോ റോമൻ പീരീഡ് ഇറ്റ് സ്പാൻസ് ഫ്രം 9th century BC to 5th century AD. സോ ഈ ഗ്രീക്കോ റോമൻ പീരീഡിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഫസ്റ്റ് ആർക്കിക് പീരീഡ്, ദെൻ ക്ലാസിക്കൽ പീരീഡ്, ദെൻ ദ തേർഡ് വൺ ഈസ് ദി ഹെലനിസ്റ്റിക് പീരീഡ്. അപ്പോൾ ഈ ആർക്കിക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. സോ അതിൽ മേജറായിട്ട് 3 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. സോ ആർക്കിക് പീരീഡിലെ മേജറായിട്ടുള്ള 3 പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഹോമർ, സെക്കൻഡ് വൺ ഹെസോയിഡ്, പിന്നെ സാഫോ. അങ്ങനെ 3 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. അതിൽ നമ്മൾ ഹോമറിൻ്റെ നോക്കുമ്പോൾ ഹോമർ is described as a blind wandering bard and is the greatest epic poet of Greece. ഗ്രീസിലെ തന്നെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പോയിറ്റ് ആയിട്ടാണ് നമ്മുടെ ഹോമർ അറിയപ്പെടുന്നത്. ഇനി മേജറായിട്ട് പുള്ളിക്കാരൻ 2 വർക്ക്സ് എഴുതിയിട്ടുണ്ട്, ദി ഇലിയാഡ് ആൻഡ് ദി ഒഡീസി. സോ ഇലിയാഡ് ആയാലും ഒഡീസി ആയാലും 24 ബുക്സിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇലിയാഡിൻ്റെ കഥ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് സെറ്റ് ഇൻ ദ ട്രോജൻ വാർ, ആ ഒരു ടൈം പീരീഡിൽ സെറ്റ് ചെയ്തതാണ്. And it describes the story about 2, Achilles and Agamemnon. അവരുടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. ഇനി ഒഡീസി നോക്കുകയാണെങ്കിൽ കിങ്, ഒഡീഷ്യസ് കിങ് ആയിട്ടുള്ള ആളുടെ സ്റ്റോറി ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഹിസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ കിങ് ഓഫ് ഇതാക്ക. ഓക്കെ, അപ്പം മേജറായിട്ട് നമ്മൾ ഫസ്റ്റ് പീരീഡ് ആർക്കിക് പീരീഡ് പഠിച്ചു. ആർക്കിക് പീരീഡ് എന്ന് പറയുന്നത് ഡാർക്ക് പീരീഡായിട്ടാണ് അറിയപ്പെടുന്നത്. സോ ദ 3 മേജർ പോയിൻറ്റ്സ് ബിലോങ് ടു ദാറ്റ് ഇറ ആർ ഹോമർ, ഹെസോയിഡ് ആൻഡ് സാഫോ. സോ ഹോമറിൻ്റെ തന്നെ മേജറായിട്ടുള്ള 2 വർക്ക്സാണ് ദി ഇലിയാഡ് ആൻഡ് ദി ഒഡീസി. ഓക്കെ, രണ്ടും 24 ബുക്സിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്ലാസിക്കൽ പീരീഡിലോട്ട് വരാം. ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ ഏജ് ഓഫ് ഗ്രീസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഗോൾഡൻ ഏജ് ഓഫ് ഗ്രീസ് ആൻഡ് മേജർ ആയിട്ടുള്ള ഫിലോസഫേഴ്സ് സോക്രട്ടിസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഓക്കെ, നമുക്ക് SPA ആയിട്ട് പറയാം, സോക്രട്ടിസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഓക്കെ, ദെൻ ക്ലാസിക്കൽ ഗ്രീക്ക് ഡ്രാമ തന്നെ ഇവോൾവ് ചെയ്തത് ഡൈനീഷ്യസിനെ കാരണമാണ്. ഡൈനീഷ്യസ് എന്ന് പറയുമ്പോൾ ഗോഡ് ഓഫ് വൈൻ ആൻഡ് എക്സ്റ്റസി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഡൈനീഷ്യസ് ആണ് കാരണമാണ് ഈ ഒരു ക്ലാസിക്കൽ ഗ്രീക്ക് ഡ്രാമ തന്നെ വരുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റാണ് ഹെലനിസ്റ്റിക് പീരീഡ്. ഈ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഡിക്ലൈൻ ആണ് സംഭവിച്ചത് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് അലക്സാണ്ടർ. ദെൻ സ്പ്രെഡ് ഓഫ് ഗ്രീക്ക് കൾച്ചർ സംഭവിച്ചു. ഗ്രീക്ക് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് തന്നെ മാറി. ഓക്കെ, അപ്പോൾ ഹെലനിസ്റ്റിക് പീരീഡിൽ ഒരു പൊളിറ്റിക്കൽ ഡിക്ലൈൻ സംഭവിച്ചു. അതുപോലെ ഇറ്റ് കെയിം ആഫ്റ്റർ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അതുപോലെ തന്നെ ഗ്രീക്ക് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് മാറി. സോ ദ മേജർ പീരീഡ്സ് ആർ ആർക്കിക് പീരീഡ്, ക്ലാസിക്കൽ പീരീഡ്, ഹെലനിസ്റ്റിക് പീരീഡ്. ആർക്കിക് പീരീഡിലെ 3 പോയിൻറ്റ്സ് ഹോമർ, ഹെസോയിഡ്, സാഫോ. ഹോമറിൻ്റെ മേജർ വർക്ക്സ് ദി ഇലിയാഡ് ആൻഡ് ദി ഒഡീസി. ഇനി അടുത്ത ക്ലാസിക്കൽ പീരീഡ് വരുമ്പോൾ ഗോൾഡൻ ഏജ് ഓഫ് ഗ്രീസ് ആണ്. മേജറായിട്ടുള്ള ഫിലോസഫേഴ്സ് SPA, സോക്രട്ടിസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. അതുപോലെ ഹെലനിസ്റ്റിക് പീരീഡിൽ പൊളിറ്റിക്കൽ ഡിക്ലൈൻ സംഭവിച്ചു. അതുപോലെ ഗ്രീക്ക് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് മാറി. ഇനി ക്ലാസിക്കൽ ഗ്രീക്ക് ഡ്രാമ വന്ന് ഡൈനീഷ്യസ്, ദ ഗോഡ് ഓഫ് വൈൻ ആൻഡ് എക്സ്റ്റസിയുടെ ഇൻഫ്ലുവൻസ്. ഓക്കെ, ഇനി അടുത്ത ഗ്രീക്ക് തിയേറ്ററിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ തിയേട്രോൺ. തിയേട്രോൺ മീൻസ് സീറ്റിംഗ് ഏരിയ. ആ ഒരു നമ്മളെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ലേ, അതിനെല്ലാം നമുക്ക് തിയേട്രോൺ എന്ന് വിളിക്കാം. ഇനി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ സർക്കുലാർ സ്പേസ്. സ്കീൻ മീൻസ് സ്റ്റേജ് ബിൽഡിംഗ്. പ്രൊസീനിയം ആക്ടിംഗ് ഏരിയ. ദെൻ ഡയസോമ മീൻസ് പാസേജ് ഡിവൈഡിങ് ദ സീറ്റ്സ്. സീറ്റിൻ്റെ ഇടയിലുള്ള സ്പേസസിനെ നമുക്ക് ഡയസോമ എന്ന് പറയാം. സോ തിയേട്രോൺ സീറ്റിംഗ് ഏരിയ, ഓർക്കസ്ട്ര ആ ഒരു സർക്കുലർ സ്പേസ്, പിന്നെ സ്കീൻ സ്റ്റേജ് ബിൽഡിംഗ്, പ്രൊസീനിയം എന്ന് പറയുന്നത് ആക്ടിങ്.
കഥ അരങ്ങേറുന്ന സ്ഥലം. പിന്നെ ഡയസോമ മീൻസ് പാസേജ് ഡിവൈഡിങ് സീറ്റ്സ്. ഇത് ഇത്രയാണ് ഗ്രീക്ക് തിയേറ്ററിൻ്റെ സ്ട്രക്ചർ. ഇനി ഗ്രീക്ക് തിയേറ്ററിൻ്റെ ഒരു ട്രാജഡിയുടെ ഓരോ പാർട്ട് നോക്കാം. പ്രൊലോഗ് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷനാണ്. ഒരു കഥ തുടങ്ങുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനെ നമുക്ക് പ്രൊലോഗ് എന്ന് പറയാം. എന്നാൽ അതിൻ്റെ കൺക്ലൂഷനെ എക്സോഡസ് എന്നും പറയാം. അപ്പോൾ തുടങ്ങുന്നത് പ്രൊലോഗിലും അവസാനിക്കുന്നത് എക്സോഡസിലും. അതിന് ശേഷം കോറസിൻ്റെ എൻട്രി പാരഡോക്സ്. ഓക്കെ, അതേസമയം കോറസ് പാടുന്ന പാട്ടിനെ നമുക്ക് സ്റ്റാസിമ എന്ന് പറയാം. ഓക്കെ, കോറസ് പാരഡോക്സോടെ എൻട്രി ചെയ്തു, സ്റ്റാസിമ പാടി. ഓക്കെ, ദെൻ എപ്പിസോഡ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആക്ഷൻ. സോ പ്രൊലോഗ്, ഇൻട്രൊഡക്ഷൻ, എക്സോഡസ് എന്ന് പറയുമ്പോൾ കൺക്ലൂഷൻ, കോറസിൻ്റെ എൻട്രി പാരഡോക്സ്, ഒരു പാടുന്ന പാട്ട് സ്റ്റാസിമ, ദെൻ എപ്പിസോഡ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആക്ഷൻ. ഇതിത്രയാണ് സ്ട്രക്ചർ ഓഫ് ഗ്രീക്ക് ട്രാജഡി. ഇനി നമുക്ക് ഗ്രേറ്റ് ട്രജേഡിയൻസ് നോക്കാം. ഗ്രേറ്റ് ട്രജേഡിയൻസ് ഓഫ് ദാറ്റ് പീരീഡ്. അതിൽ ഫസ്റ്റ് വൺ ആഷില്ലസ്, രണ്ടാമത്തത് സോഫോക്ലിസ്, മൂന്നാമത്തത് യൂറിപ്പിഡസ്. ഓക്കെ, ആഷില്ലസ്, സോഫോക്ലിസ്, യൂറിപ്പിഡസ്. ഇതിൽ ആഷില്ലസ് എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് ട്രാജഡി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ദ സെക്കൻഡ് ആക്ടർ കൊണ്ടുവന്നത് ആഷില്ലസ് ആണ്. എന്നാൽ രണ്ടാമത്തെ ആൾ സോഫോക്ലിസ് തേർഡ് ആക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് ആക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആഷില്ലസ്, തേർഡ് ആക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോഫോക്ലിസ്. ഇനി നമുക്ക് ആഷില്ലസിൻ്റെ തന്നെ ഒരു ട്രൈലോജി ഉണ്ട്. ട്രൈലോജി ദ ഒറസ്റ്റിയ എന്ന് പറയുന്ന വർക്കാണ്. 3 ബുക്സ് ആയിട്ടാണ്, അതാണ് ട്രൈലോജി. ഓക്കെ, ആക്മെനൻ, ദ ലിബേഷ്യൻ ബെയറോസ്, ദി യൂമിനിഡസ്. ആക്മെനൻ, ദ ലിബേഷ്യൻ ബെയറോസ്, ദി യൂമിനിഡസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥയിലും 3 വർക്ക്സിനെ പറ്റിയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ദ പേർഷ്യൻസ്, ദെൻ പ്രൊമത്തിയസ്, ബൗണ്ട്. ഓക്കെ, ഇത് 3യാണ് ആഷില്ലസിൻ്റെ വർക്ക്. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും ഈ ഒരു വർക്ക്സിനെ പറ്റി. നല്ല സ്റ്റോറിയാണ്. ആക്മെനൻ, ദ ലിബേഷ്യൻ ബെയറോസ്, ദ യൂമിനിഡസ്, ദ പേർഷ്യൻസ്, പ്രൊമത്തിയസ്, ബൗണ്ട്. ഓക്കെ, ഇതാണ് ആഷില്ലസിൻ്റെ കാര്യം. ഇനി നമുക്ക് സെക്കൻഡ് ട്രജേഡിയൻ ആയിട്ടുള്ള സോഫോക്ലിസിൻ്റെ കാര്യം നോക്കാം. സോഫോക്ലിസ് തേർഡ് ആക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ വർക്ക്സ് പറയുകയാണെങ്കിൽ ഈഡിപ്പസ് റെക്സ് ആണ് ഫസ്റ്റ് വർക്ക്. അതും ഒരു ട്രൈലോജിയാണ്, തീബൻ ട്രൈലോജി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈഡിപ്പസ് റെക്സ്, ദെൻ ദ സെക്കൻഡ് വർക്ക് ഇസ് ഈഡിപ്പസ് അറ്റ് കൊളോനസ്, ദെൻ ആൻറ്റിഗണി. സ്വന്തം അമ്മയെ വിവാഹം കഴിക്കുന്ന ഈഡിപ്പസിൻ്റെ കഥയാണ്. അത് അൺനോയിങ്ലി ആണ് അങ്ങനെ ഒരു വിവാഹം സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈഡിപ്പസ് റെക്സ്. ദ സെക്കൻഡ് വർക്ക് ഈഡിപ്പസ് അറ്റ് കൊളോനസ്, ദെൻ ആൻറ്റിഗണി. ഇനി തേർഡ് ട്രജേഡിയൻ, ഫേമസ് ആയിട്ടുള്ള ട്രജേഡിയനാണ് യൂറിപ്പിഡസ്. യൂറിപ്പിഡസ് റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ 3 മേജർ വർക്ക്സ് ഉണ്ട്. മിഡിയ, ദ ട്രോജൻ വുമൻ, ദെൻ ഹിപ്പോലിറ്റസ്. മിഡിയ, ദ ട്രോജൻ വിമൻ ആൻഡ് ഹിപ്പോലിറ്റസ്. അങ്ങനെ 3 വർക്ക് നമ്മുടെ യൂറിപ്പിഡസും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഗ്രീക്ക് ട്രജേഡിയൻസ്, ഇതിനെ ഗ്രേറ്റ് ട്രജേഡിയൻസ് ഓഫ് ദാറ്റ് ഇറയെ നമുക്ക് ASE എന്ന് പറയാം. അതായത് ആഷില്ലസ്, സോഫോക്ലിസ്, യൂറിപ്പിഡസ്. ഇനി മറക്കത്തില്ല, ആഷില്ലസ്, സോഫോക്ലിസ്, യൂറിപ്പിഡസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഗ്രീക്ക് കോമഡി. ഗ്രീക്ക് കോമഡിയിൽ 2 പേരുണ്ട്, AM, അരിസ്റ്റോഫാൻസും മിയാൻഡറും. ഓക്കെ, AM, അരിസ്റ്റോഫാൻസ് ആൻഡ് മിയാൻഡർ. അരിസ്റ്റോഫാൻസ് എഴുതിയ വർക്കാണ് ദ ക്ലൗഡ്സ്, ലിസിസ്ട്രാറ്റ, ദ ഫ്രോഗ്സ്, ദ വാസ്പ്. അങ്ങനെ ഉള്ള വർക്ക്സാണ് അരിസ്റ്റോഫാൻസ് എഴുതിയത്. ദ ക്ലൗഡ്സ്, ലിസിസ്ട്രാറ്റ. ക്ലൗഡ്സ് എന്ന് പറയുന്നത് ഒരു സോക്രട്ടീസിനെ സെറ്റയറായിട്ട് എഴുതിയ ഒരു വർക്കാണ്, സെറ്ററൈസ് ചെയ്ത് എഴുതിയ വർക്കാണ്. പിന്നെ ലിസിസ്ട്രാറ്റ, ദ ഫ്രോഗ്സ്, അതുപോലെ ഫ്രോഗ്സും ഒരു സെറ്റയർ പോലെ എഴുതിയതാണ്. ദെൻ ദ വാസ്പ്. ഓക്കെ, അരിസ്റ്റോഫാൻസ് ഇസ് റിലേറ്റഡ് ടു ഓൾഡ് കോമഡി. ഓക്കെ, അപ്പോൾ ഓൾഡ് കോമഡി ആയിട്ട് കമ്പയർ ചെയ്യുന്ന ആൾ അരിസ്റ്റോഫാൻസ് ആണ്. ഇനി അടുത്ത വരാൻ പോകുന്ന ആൾ മിയാൻഡർ ഇസ് കമ്പയർഡ് ടു ന്യൂ കോമഡി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മിയാൻഡർ സ്റ്റോക്ക് ക്യാരക്ടേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് വർക്ക്സിലൂടെ. അതുപോലെ ഇൻഫ്ലുവൻസ്ഡ് ലേറ്റർ കോമഡി ഓഫ് മാനേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ മിയാൻഡർ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഗ്രീക്ക് ലിറിക് പോയിട്രി നോക്കാം.
ലിറിക് പോയിട്രി പിൻറ്റ ആണ് കൊണ്ടുവന്നത്. പിൻറ്റ റോട്ട് ഓഡ്സ് ദറ്റ് ഈസ് ഫോർമൽ ആൻഡ് ഇൻ ഗ്രാൻഡ് സ്റ്റൈൽ. അപ്പോൾ ടൈപ്സ് ഓഫ് ഓഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പിൻറ്റ എഴുതിയ ഓഡ്സിൻ്റെ ടൈപ്സ് ആണ്. ഓക്കെ, സ്ട്രോഫെ, ആൻറ്റിസ്ട്രോഫെ, എപ്പോഡ്, സ്ട്രോഫെ, ആൻറ്റിസ്ട്രോഫെ, എപ്പോഡ്, അങ്ങനെ 3 ടൈപ്പ് ഓഡ്സ് എഴുതി. അതുപോലെ തന്നെയാണ് വിക്ടറി ഓഡ്സും എഴുതിയത്. വിക്ടറി ഓഡ്സ് മീൻസ് സെലിബ്രേറ്റഡ് ദ വിന്നേഴ്സ് ഓഫ് ഒളിമ്പിക് ഗെയിംസ്. ഒളിമ്പിക് ഗെയിംസ് ഒക്കെ ജയിച്ചവരുടെ വിക്ടറി കാണിക്കാൻ വേണ്ടി എഴുതിയതാണ് വിക്ടറി ഓഡ്സ്. ഇനി ഈ ഒരു ടേമുമായിട്ട് കണക്ട് ചെയ്ത്, ഈ ഓഡ്സുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഇറഗുലർ ഓഡ്സ്. ഇറഗുലർ ഓഡ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എബ്രഹാം കൗളിയാണ് ഇൻ ദി ഇയർ 17th century. ഓക്കെ, സോ ഹൂ ഇൻവെൻറ്റഡ് ഓർ അത് ആരാണ്? എബ്രഹാം കൗളി. ഓക്കെ, ദെൻ ഗ്രീക്കോ റോമൻ പീരീഡിന് സോ ഓൾ ടുഗെദർ പറയുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ ലിറ്ററേച്ചറിലും അതുപോലെ തോട്ടിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. എപ്പിക് പോയിട്രി ഹോമർ കൊണ്ടുവന്നു. ട്രാജഡി, കോമഡി ഒക്കെ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തു. അതുപോലെ ഫിലോസഫി സോക്രട്ടസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ അവരുടെയൊക്കെ ഫിലോസഫി ഉണ്ട്. പിന്നെ ലിറിക് പോയിട്രി ബൈ പിൻറ്റ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഗ്രീക്കോ റോമൻ പീരീഡ് 9th century BC to 5th century AD ടോട്ടൽ 3 പീരീഡ് ഉണ്ട്. ആർക്കിക് പീരീഡ്, ക്ലാസിക്കൽ പീരീഡ് ആൻഡ് ഹെലനിസ്റ്റിക് പീരീഡ്. അതിൽ ആർക്കിക് പീരീഡിൽ ഹോമർ, അതുപോലെ ഹോമറിൻ്റെ മേജർ വർക്ക്സ് ഇലിയാഡ് ആൻഡ് ദി ഒഡീസി, ഹെസോയിഡ്, സാഫോ. ഇനി ക്ലാസിക്കൽ പീരീഡ് ഗോൾഡൻ ഏജ് ഓഫ് ഗ്രീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രേറ്റ് ഫിലോസഫേഴ്സ് SPA. ദെൻ ഹെലനിസ്റ്റിക് പീരീഡ് എന്ന് പറയുമ്പോൾ അത് ഗ്രീക്ക് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് മാറി. അതുപോലെ സ്പ്രെഡ് ഓഫ് ഗ്രീക്ക് കൾച്ചറും സംഭവിച്ചു. ഇനി ഡൈനീഷ്യസ് ആണ് ഗ്രീക്ക് ഡ്രാമ, ക്ലാസിക്കൽ ഗ്രീക്ക് ഡ്രാമയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഗോഡ് ഓഫ് വൈൻ ആൻഡ് എക്സ്റ്റസി എന്നും നമുക്ക് പറയാം. നെക്സ്റ്റ് വരുന്നത് ഗ്രീക്ക് തിയേറ്റർ സ്ട്രക്ചർ. ഗ്രീക്ക് തിയേറ്റർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ തിയേറ്ററോൺ എന്ന് പറയുമ്പോൾ സീറ്റിംഗ് ഏരിയയാണ്. ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ സർക്കുലർ ഏരിയ, സ്കീൻ, പ്രൊസീനിയം, ഡയസോമ, അങ്ങനെ മൊത്തം 5 സ്ട്രക്ചർ. ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ഗ്രീക്ക് ട്രാജഡി. പ്രൊലോഗ് ഉണ്ട്. പ്രൊലോഗ് മീൻസ് ദി ഇൻട്രൊഡക്ഷൻ. പാരഡോക്സ് മീൻസ് ദി കോറസ് എൻട്രി. അവർ പാടുന്ന പാട്ട് സ്റ്റാസിമ, എക്സോഡസ് കൺക്ലൂഷൻ, എപ്പിസോഡ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആക്ഷൻ. ഇനി നമുക്ക് 3 ഗ്രേറ്റ് ട്രജേഡിയൻസ് ഉണ്ട്. ASC, അഷില്ലസ്, സോഫോക്ലിസ്, യൂറിപ്പിഡസ്. അഷില്ലസ് എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് ട്രാജഡി. ഇൻട്രൊഡ്യൂസ് ദ സെക്കൻഡ് ആക്ടർ, തേർഡ് ആക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോഫോക്ലിസ്. ഇനി ഒറസ്റ്റിയ എന്ന് പറയുമ്പോൾ 3 ട്രൈലോജിയാണ്. എക്മെനൻ, ലിബേഷ്യൻ ബെയറേഴ്സ്, യൂമിനിഡസ്, ദ പേർഷ്യൻസ്, അതുപോലെ പ്രൊമെത്തിയസ് പൗണ്ട്. ഇതെല്ലാം അഷില്ലസിൻ്റെ വർക്ക്സ് ആണ്. ഇനി അടുത്തത് സോഫോക്ലിസ്, തേർഡ് ആക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വർക്ക്സ് ഈഡിപ്പസ് റെക്സ്, ആൻറ്റിഗണി, ഈഡിപ്പസ് അറ്റ് കൊളോണിസ്, അത് തീബൻ ട്രിലോജി. ഇനി യൂറിപ്പിഡസിൻ്റെ ആണ് മിഡിയ, ദ ട്രോജൻ വിമൻ, ഹിപ്പോലിറ്റസ്. ഇനി മേജറായിട്ടുള്ള ഗ്രീക്ക് കൊമേഡിയൻസ് ആണ് അരിസ്റ്റോഫാൻസും മിയാൻഡറും. അരിസ്റ്റോഫാൻസിൻ്റെ വർക്കാണ് ദ ക്ലൗഡ്സ്, ലിസിസ്ട്രാറ്റ, ദ ഫ്രോക്സ്, ദ വാസ്പ്. അതുപോലെ മിയാൻഡറിൻ്റെ ആണ് മേജർ കോമഡി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേറ്റർ കോമഡി ഓഫ് മാനേഴ്സിലേക്ക് ഇവോൾവ് ആയി ന്യൂ കോമഡി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഗ്രീക്ക് ലിറിക് പോയിട്രിയിൽ പിൻറ്റ ആണ്. പിൻറ്റയുടെ ഫോർമൽ ആൻഡ് ഗ്രാൻഡ് സ്റ്റൈലാണ്. ടൈപ്സ് ഓഫ് ഓഡ്സ് റിട്ടൺ ബൈ ഹിം, സ്ട്രോഫി, ആൻറ്റിസ്ട്രോഫി, എപ്പോഡ്. വിക്ടറി ഓഡ്സ് സെലിബ്രേറ്റിംഗ് ദി ഒളിമ്പിക് ഗെയിംസിനെയൊക്കെ അവരുടെ വിന്നേഴ്സിൻ്റെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വിക്ടറി ഓഡ്സ്. ഇനി ഇറഗുലർ ഓഡ്സ് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എബ്രഹാം കൗളി ഇൻ ദി ഇയർ 17th century. നെക്സ്റ്റ് വൺ ഇതെല്ലാം കൂടെ ഉള്ളതാണ് നമ്മുടെ ഗ്രീക്കോ റോമൻ പീരീഡ്. ഇനിയും ഉണ്ട് കുറച്ച്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.